ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവീന്ദ്രൻ്റെ വീട്ടിൽ ആകാശിരിക്കുമ്പോൾ ഒരു ബ്രോക്കർ അവിടെ വരുന്നുണ്ട് കേട്ടോ. ഏതെങ്കിലും കട കിട്ടിയാൽ അവിടെ പുതിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി കൊടുക്കാമെന്നുള്ള ആശയത്തോടു കൂടിയാണ് കേട്ടോ. അപ്പോൾ അയാൾ തന്നെ ചോദിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ഗോമതി സ്റ്റോർ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയ കട? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കടകൾ ഏതെങ്കിലും ഉണ്ടോ എങ്കിൽ നമുക്ക് എഗ്രിമെൻറ്റ് എഴുതി അഡ്വാൻസും തന്ന് ഇപ്പം തന്നെ വാങ്ങാം, നല്ല കടയായിരിക്കണം എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഗോമതി സ്റ്റോറിലാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബാലൻ അവിടെ വരുന്നതുമില്ല. ഇനി പൂട്ടാനെങ്ങാനും പോവുകയാണോ? നിങ്ങളിപ്പോൾ പുതിയ കട നോക്കുകയും ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് ചോദിച്ചു പോയതാട്ടോ. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, അയ്യോ എന്തായാലും ഇതിപ്പോൾ നിങ്ങൾ ആരോട് പോയി പറയാനൊന്നും നിൽക്കണ്ട, രഹസ്യമായിട്ടിരിക്കണം, ഒന്ന് ആ ബ്രോക്കറിനോട് പറഞ്ഞു വിടുക. അപ്പോൾ രാജി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ രാജി പറയാം, ഇനി അറിയാനാരുമില്ല, നാട്ടുകാർ പലതും അറിഞ്ഞു, വീട്ടിലെ സംഭവങ്ങൾ, ബാലനും ഗോമതിയും പിണക്കവും ഒക്കെ ആയിരിക്കുന്നത്. അപ്പോഴത്തേക്കിനും ഉടനെ രവീന്ദ്രൻ പറഞ്ഞു, നാട്ടുകാർ മുഴുവനും അറിഞ്ഞു, പക്ഷേ നീ മാത്രമേ ഉള്ളൂ അറിയാത്തത് അല്ലേ രാജി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, പുതിയ കടയുടെ കാര്യങ്ങൾ ബാലനെ അറിയിക്കണ്ടേ? വേണ്ട, ബാലനെ അറിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്തിനാ അങ്ങനെ അറിയിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ബാലനും ഗോമതിയും ഇപ്പം രണ്ടുപേരും രണ്ടിടത്താണ്. നാണക്കേടോട് നാണക്കേട്. ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി, എല്ലാവരും ഓരോന്നോരോന്നായിട്ട് ചോദിക്കാനും തുടങ്ങും. ഇനിയിപ്പോൾ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. എന്നിട്ട് കട തുടങ്ങുന്ന കാര്യം മീനാക്ഷി അറിയിക്കണ്ടേ? മീനാക്ഷി തൽക്കാലം അതിങ്ങനെ മറച്ചു വെക്കാമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. കാരണം മീനാക്ഷി ഇടയുന്നുള്ളത് ആകാശിന് നന്നായിട്ട് മനസ്സിലാവാണ്. അപ്പോൾ ആകാശ് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ അത് വേണോ? വേണം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, മോനിപ്പോൾ എന്തായാലും ഇങ്ങോട്ട് വന്നതല്ലേ, ഊണൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ. ശരി എന്ന് പറഞ്ഞാൽ ആകാശ് അവിടെ തന്നെ നിൽക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണമംഗലത്താണെങ്കിൽ അവിടെ ഗോമതിയെ കൊണ്ട് എങ്ങനെയെങ്കിലും എല്ലാം ഒപ്പിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുമല്ലേ. അപ്പം നന്ദിതയാണെങ്കിൽ ഗോമതിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എത്രയും വേഗം നീ പിണക്കങ്ങളൊക്കെ മാറ്റി ഇവിടുന്ന് പോകണം, ഇവിടെ അങ്ങനെ നിൽക്കരുത്, നിൻ്റെ ജീവിതമാണ് നാശത്തിലാവുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയില്ലേ. അന്ന് മുതലേ അവിടെ ചെറിയൊരു സംശയം നമ്മുടെ അലോകിന് വന്നിട്ടുണ്ട്, രാജശ്രീക്കും വന്നിട്ടുണ്ട്. അപ്പോൾ അച്യുതനോട് പറയുന്നുണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോയാൽ പറ്റില്ല, വീട്ടിലുള്ളവർ തന്നെ പാര വയ്ക്കാനുള്ള വഴിയുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കണമെന്ന് പറയാട്ടോ. എന്താ നിനക്ക് ഇത്ര പെട്ടെന്നൊരു സംശയം വരാൻ? അപ്പോഴാണ് അലോക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അച്യുതനോട്, നന്ദിതയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സംശയം ഉണ്ടായിട്ടുണ്ട്, അപ്പച്ചിക്ക് സപ്പോർട്ട് പറയുന്നത് പോലെ എനിക്ക് തോന്നിയത്. എന്തായാലും തൽക്കാലം ഇപ്പം നന്ദിതയോട് ചോദിക്കാനൊന്നും പോകണ്ട. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്ദിത വല്യമ്മ എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ പറഞ്ഞെങ്കിൽ രക്ഷപ്പെടും. അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് പതിയിരുന്ന് കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അതാണ് വേണ്ടത് എന്നും പറഞ്ഞു രാജശ്രീയും അലോകും അതുപോലെ അച്യുതനും കൂടെ അവിടെ നിന്ന് പ്ലാൻ ചെയ്യട്ടോ. ആര്യനാണെങ്കിൽ ജോലിയും കഴിഞ്ഞ് വന്ന പാടെ വല്ലാത്തൊരു സങ്കടത്തോടു കൂടി കട്ടിലിൽ കിടക്കുകയാണ്. മിത്ര വന്ന് ചോദിക്കുകയാണ്, എന്താ ആര്യ കുഴപ്പം? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തലവേദനയാണോ? ആഹാരം കഴിച്ചില്ല? എന്തൊക്കെയോ ചോദിക്കുകയാണ്. പക്ഷേ അതിനൊക്കെ ആര്യൻ വല്ലാത്ത സങ്കടത്തോടെ ഉത്തരം പറയാണ്, എനിക്കൊരു കുഴപ്പമില്ല മിത്ര, എനിക്കൊന്ന് കിടക്കണം. ഇല്ല, ആര്യൻ ഇങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇത്രയും വിഷമത്തിൽ. അപ്പോൾ എന്തോ നടന്നിട്ടുണ്ട്, എന്നോട് പറ ആര്യ, സത്യം എന്ന് പറയാം. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ആര്യം പറയാനുണ്ട്, അതെ വേറൊന്നുമല്ല, ആകാശേട്ടൻ നമ്മുടെ കൈവിട്ട് പോയി മിത്രേ. എന്ത്? അതിപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, ആകാശേട്ടന് പുതിയൊരു കട തുടങ്ങാൻ പോവാ. പുതിയ കട തുടങ്ങാൻ പോവേ? അപ്പോൾ നമ്മുടെ ഗോമതി സ്റ്റോറോ? ഗോമതി സ്റ്റോറ് അനാഥരായില്ലേ, ആരും ഇല്ലാണ്ട്. ഇപ്പോൾ അതിന് വേറെ അവകാശികൾ വന്നില്ലേ. എന്നാലും ഏട്ടൻ ഇങ്ങനെ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അച്ഛൻ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടമാവും. എങ്ങനെ തുടങ്ങാനാ, ഏത് രീതി തുടങ്ങാനാ എന്നൊക്കെ ഇങ്ങനെ മിത്ര ചോദിക്കുമ്പോഴാണ് ആര്യം പറയുന്നുണ്ട്, ആ രവീന്ദ്രനങ്ങളില്ലേ, മീനാക്ഷി ചേച്ചിയുടെ അച്ഛൻ, അയാൾ ഇതിനെല്ലാത്തിനും പിന്നിൽ ഏട്ടനെ കുത്തിത്തിരിപ്പോട് നടത്തി എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ ഏട്ടത്തിയോട് പറയുന്നതിനൊരു പരിധിയില്ലേ, ഏട്ടത്തിയുടെ അച്ഛനായി പോയില്ലേ. മീനാക്ഷി ചേച്ചി അറിഞ്ഞാൽ ഇതൊന്നും സമ്മതിക്കില്ല, അതെനിക്ക് ഉറപ്പാണ് എന്നാ പറയാട്ടോ മിത്ര. അപ്പോൾ ഉടനെ തന്നെ മീനാക്ഷി അങ്ങോട്ട് കയറി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കണേന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മിത്ര തന്നെ കാര്യം പറയാം, വേറൊന്നുമല്ല ചേച്ചി, നമ്മുടെ ആകാശേട്ടൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. എന്തു പറ്റി? ആകാശേട്ടൻ ഇപ്പോൾ നമ്മുടെ കൈവിട്ട് പോയിട്ടുണ്ട്. നമ്മളെ സഹോദര സ്നേഹം ദേവി ചെയ്ത ചേച്ചിയും ആകാശേട്ടൻ നമ്മളിൽ നിന്ന് പിരിച്ചോണ്ട് പോവല്ലേ എന്ന് പറഞ്ഞ് ആരും കരയാട്ടോ കണ്ണെന്നറിഞ്ഞിട്ട്. അത് കാണുമ്പോൾ നമ്മുടെ മീനാക്ഷിക്ക് സഹിക്കാനാവുന്നില്ല. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പുതിയ കട തുടങ്ങുകയും ഏട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം തന്നെ മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ പൊന്നാര്യ, അങ്ങനെ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ഈ കുടുംബത്തിലെ ഏറ്റവും ധൈര്യമുള്ള ഒരാളാണ് ആര്യൻ. ആ ആര്യൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ അത്രമാത്രം മാനസികമായിട്ട് പ്രയാസപ്പെട്ടു, അത്രത്തോളം നിന്നെ ഇത് ഉലച്ചു എന്നല്ലേ.
ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല ഈ ദേവമംഗലത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട്. ആര്യ, നീ പേടിക്കാതെ. നിന്റെ സഹോദരൻ ഒരിക്കലും ഇവിടെ നിന്ന് കൈവിട്ട് പോവില്ല. വേറൊരു സ്ഥാപനം തുടങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. ഗോമതി സ്റ്റോറിന് എതിരെ, അതും ഗോമതി സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് അതിനെതിരായിട്ടോ ഞാൻ സമ്മതിക്കില്ല. നീ സമാധാനമായിട്ടിരിക്കുക എന്നിങ്ങനെ മീനാക്ഷി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഒരു ധൈര്യം കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ ആകാശിനെ ഒന്ന് വിളിച്ചാൽ കൊള്ളാലോ എന്ന് പറയാണ്. അങ്ങനെ ആകാശ് അവിടെയാണെങ്കിൽ വിഭവസമൃദ്ധമായിട്ട് ആഹാരമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മായി അച്ഛൻ്റെ വീട്ടിലിരുന്ന്. മീനാക്ഷി ചോദിക്കുന്നുണ്ട്, ആകാശ് ഇപ്പോൾ എവിടെയാ? ഞാൻ ഇരിക്കുന്ന സ്ഥലം പറഞ്ഞല്ലേ നീ അത്ഭുതപ്പെടും. അതാ ചോദിക്കുന്നത് എവിടെയെന്ന്. നിനക്ക് പരിചയമുള്ള ഒരാളുടെ ഞാൻ ഫോൺ കൊടുക്കാം, അപ്പോൾ നീ സംസാരിക്കുന്നു. അങ്ങനെ രാജിയെ ഫോൺ കൊടുക്കുമ്പോൾ, അയ്യോ അമ്മയോ? അപ്പോൾ ആകാശ് വീട്ടിലാണോ വന്നിരിക്കുന്നത്? അതെ, വീട്ടിലായിരിക്കണേ. പിന്നെ അത് ശരി, അപ്പോൾ എന്നോട് പറയാതെ അങ്ങോട്ട് വന്നോ? ഞാൻ അച്ഛൻ്റെ കൊടുക്കാം. അങ്ങനെ അച്ഛനും സംസാരിക്കാം കേട്ടോ. ഓ എന്താടി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആകാശ് ഇവിടെ വന്നത്? ഇഷ്ടപ്പെട്ടു, ഒരു കുഴപ്പമില്ല. അച്ഛൻ ആകാശിൻ്റെ ഫോൺ കൊടുക്കുന്നു. അങ്ങനെ ആകാശിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോൾ ചോദിക്കണം, കൊള്ളാം, നന്നായി. ആകാശ് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ നീ അവിടെ പോയി നിന്ന് സുഖമായിട്ട് കഴിക്കുന്നു അല്ലേ, എന്നെ കൂട്ടാണ്ട്? അല്ല, അത് മീനാക്ഷി, അവർ വിളിച്ചപ്പോൾ ഞാൻ ആര് വിളിച്ചാലും എന്താ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ശരി തന്നെ. പക്ഷേ പോകുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോകണമായിരുന്നു. ഇല്ലെങ്കിൽ എന്നെ വിളിച്ച് പറയായിരുന്നു. ഞാൻ ഇവിടുന്ന് അവിടെ പോയപ്പോൾ എന്നെ ആഹാരം കഴിക്കാൻ നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. നീ കഴിച്ചോ? എന്തെങ്കിലും ഒരു വാക്ക് എന്നോട് പറഞ്ഞോളൂ. എന്നിട്ട് അതുപോലും പറയാണ്ട് ഞാനിവിടെ ആകാശിനെ കാത്തിരിക്കുമ്പോൾ ആകാശ് അവിടെ നിന്ന് നല്ലപോലെ ആഹാരം കഴിക്കണമല്ലേ? ഇതെന്തായാലും ശരിയായില്ല ആകാശേ. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോൾ അവിടെ ഒരു സ്ഥാനവും ഇല്ല. ആകാശിനാണ് ഇപ്പോൾ അവിടെ സ്ഥാനമല്ലേ? ശരിക്കും ആകാശാണോ അവരുടെ ശരിക്കുള്ള മകൻ? ഞാനല്ലേ മകള്? അപ്പോൾ എന്നെ വേണ്ട അല്ലേ? കാര്യങ്ങളൊക്കെ അല്ല, അതല്ല, നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യത്തിന് പുതിയ കട തുടങ്ങുന്ന കാര്യം ഒക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിപ്പോൾ എന്തായാലും ശരിയായില്ല എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ടല്ലോ മീനാക്ഷി ദേഷ്യത്തിൽ. അതിവിടെ ആകാശിനും വിഷമാവണുണ്ട്. അങ്ങനെ നമ്മുടെ വീണ്ടും മീനാക്ഷി വന്ന് ആര്യനോട് പറയുന്നു, ആര്യ, ഞാനിപ്പോൾ ആകാശിനെ വിളിച്ചിരുന്നു. ആകാശ് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതെന്തായാലും ശരിയല്ല. ഞാൻ വിട്ടുകൊടുക്കാൻ പോണില്ല. അയ്യോ ചേച്ചി, ഞങ്ങൾ കാരണം ഇനി ചേച്ചിയുടെ കുടുംബം ചേച്ചിയായിട്ട് പ്രശ്നങ്ങളുണ്ടാവില്ലേ? അയ്യോ അങ്ങനെയല്ല ആര്യ, ആകാശ് ചെയ്തത് തെറ്റാണ്, എനിക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്നെ കൂട്ടാതെയാണോ എൻ്റെ വീട്ടിൽ പോവേണ്ടത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ശരി എന്നോട് പറയണ്ടേ, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന്. അത് എൻ്റെ അല്ലേ വീട്, ആകാശിൻ്റെ അല്ലല്ലോ. ആകാശ് അവരെ മകനെ പോലെ കാണുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്നിട്ട് അവർക്ക് ഇപ്പോൾ വലിയ ആള്. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. പിന്നെ ഗോമതി സ്റ്റോറിന് എതിരായിട്ടൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന കാര്യവും അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കുമോ ആര്യ? ഒരിക്കലും ഇല്ല. ഇവിടെ അമ്മയെ എത്രയും വേഗം തിരിച്ചു കൊണ്ടുവരണം, എന്നാലേ എല്ലാം ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ സംസാരിക്കാം കേട്ടോ. കടയിലാണെങ്കിലും പാവം ദേവി ആകെ സങ്കടത്തിലായിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവിയോട് രാമേട്ടൻ വന്ന് പറഞ്ഞ, മോളെ എന്തൊക്കെ തന്നെയായാലും കട എന്ന് പറയുന്നത് ഒരു അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. നമ്മുടെ അന്നമാണല്ലോ. ഇവിടെ വന്നിരുന്ന് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നത് ശരിയല്ലെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ദേവി പറയാ, രാമേട്ട അതൊക്കെ എനിക്കറിയാം, അച്ഛനൊരു ശുദ്ധ പാവമാണ്, അച്ഛൻ്റെ മനസ്സിലൊന്നുമില്ല, അതുകൊണ്ട് അച്ഛൻ ഓരോന്നും പറയണതാണ്, ക്ഷമിച്ചേക്കണേ. സാരമില്ല, മോള് വിഷമിക്കാതെ. പിന്നെ ബാലച്ചൻ ഇവിടെ വരാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ബാലച്ചൻ ഈ കടയിലുണ്ടെങ്കിലേ ഈ കടയ്ക്ക് ഐശ്വര്യവും പ്രശ്നങ്ങളില്ലാതെയും ഒക്കെ മുന്നോട്ട് പോകൂ. ഇത് രാമേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു, അത് ഇപ്പോഴും കറക്റ്റായി എന്ന് എനിക്കും തോന്നുക. പിന്നെ എനിക്ക് ആകാശനാണെങ്കിൽ ഇപ്പം എന്നോട് വലിയ വിരോധമായി, ആകാശിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി കഴിഞ്ഞു. ഇനി എനിക്ക് അവനെ നേരെയാക്കാനും പറ്റാത്തൊരവസ്ഥയായിപ്പോയി എന്ന് പറയാം. അപ്പോൾ രാമേട്ടൻ ഉടനെ പറഞ്ഞിട്ട്, മോളെ എങ്ങനെയെങ്കിലും ബാലനെ തിരിച്ചിവിടെ കൊണ്ടുവന്നിക്ക് പറ്റുള്ളൂ. അതുമാത്രമല്ല, ബാലൻ മാത്രമല്ല, ഗോമതിയും തിരിച്ച് വീട്ടിലേക്ക് വരണം. രണ്ടുപേരും വാശി കാണിച്ച് അപ്പുറം ഇപ്പുറം നിന്നതുകൊണ്ട് എന്ത് കാര്യം? അവരുടെ വാശി പിന്നെ നടക്കട്ടെ. കട അനാഥമാവുകയും ചെയ്യും, കുടുംബം കുളം തോണ്ടുകയും ചെയ്യും. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ അപ്പോൾ തന്നെ ദേവി പറഞ്ഞിട്ടുണ്ട്, രാമേട്ട എനിക്കും അമ്മ ഇവിടെ വന്നാലേ പ്രശ്നങ്ങൾ ഒഴിയുന്ന എനിക്ക് തോന്നുന്നത്. വീട്ടിലെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് ശരിയാവണമെങ്കിൽ അമ്മ തന്നെ വരണം. പിന്നെ നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമുക്ക് അമ്മയെ തിരിച്ചു കൊണ്ടുവരണം. അത് ശരിയാ. ഈ കടയെന്ന് പറയുന്നത് ബാലൻ്റെ കഷ്ടപ്പാടാണ്. അവന് ജീവനായത്. ഈ കട നാനാവിധമാക്കി പോകുന്ന അവന് സഹിക്കാനാവില്ല. അതുകൊണ്ടാണ് പറയണത്, നമുക്ക് എത്രയും വേഗം അമ്മേനെയും കൊണ്ടുവരണമെന്ന്. ശരി, എന്നാൽ പിന്നെ ഞാൻ കടയിലേക്ക് ഇപ്പോൾ ചെല്ലട്ടെ എന്ന് ചോദിക്കാട്ടോ ദേവി. അപ്പോൾ രാമേട്ടൻ പറഞ്ഞിട്ട്, ശരി എന്നാൽ നമുക്ക് നേരത്തെ ഇന്ന് കട പൂട്ടിയാലോ? അപ്പോൾ ദേവിയും പറഞ്ഞിട്ട്, എനിക്കും ഒന്ന് നേരത്തെ പോകണം. പൂട്ടി നിങ്ങൾ വീട്ടിൽ വന്നോ? താക്കോലുണ്ടല്ലോ? ഉണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യും, ദേവിയുടെ കയ്യിലുള്ള താക്കോൽ ദേവി കൊണ്ടുപോക്കോ. പിന്നെ ഇവിടെ രാമേട്ടൻ്റെ കയ്യിൽ സ്പെയറായിട്ടൊരു താക്കോലുണ്ട്, അതും പൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് വന്നേക്കാം. അതുപോലെ മതി, ഞാൻ പറഞ്ഞത് മറക്കണ്ട. പിന്നെ
എത്ര കഷ്ടപ്പെട്ടാലും ശരി തന്നെ നമുക്ക് അമ്മയെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ എന്ന് വീണ്ടും പറയാട്ടോ. അപ്പോൾ രാമേട്ടൻ പറഞ്ഞിട്ടുണ്ട് അത് വേണം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ ശരിയാവില്ല. അപ്പോഴാണ് ധർമ്മം പറയുന്നത്, ഞാനും വിചാരിച്ചു ഇവർ പിണങ്ങിപ്പോയപ്പോൾ 2 ദിവസം കഴിഞ്ഞെങ്കിൽ തിരിച്ചു വരുന്നു. കാരണം ബാലേട്ടന് ഗോമതി ഇല്ലാതെ, ഗോമതിക്ക് ബാലനും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഇതിപ്പോൾ ഇത്രയും ദിവസമായി സ്ഥിതിക്ക് ഇനി ആരെങ്കിലും ഇടപെട്ട് ഇത് ക്ലിയർ ആക്കിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവും എന്നിങ്ങനെ പറയുമ്പോൾ രാമേട്ടൻ പറഞ്ഞിട്ട് അവരെ വാശി അങ്ങനെ നടന്നാൽ പറ്റില്ലല്ലോ, നമുക്കിത് ശരിയാക്കി കൊടുക്കണം എന്ന് തീരുമാനിക്കുക കേട്ടോ അവർ. ഇതാണ് എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്